ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് ഷിഫാന ഷുക്കൂർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഐ ട്വിച്ചിങ്ങിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് കണ്ണ് തുടിപ്പിനെ പറ്റിയിട്ട്. ആ വീഡിയോയിൽ ഞാൻ ഐ ഡ്രോപ്സ് എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ, ജെന്യുവനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റ്സ്, എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൻറ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. പേഴ്സണൽ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് വന്നതാണെന്ന് ഒന്ന് മെൻഷൻ ചെയ്താൽ റിപ്ലൈ ഫാസ്റ്റായിട്ട് തരാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഹാൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്യണം. നമുക്ക് നന്നായിട്ട് അറിയാം ഹൈജീനിക് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. നമ്മൾ കയ്യിലൊക്കെ ജേംസോ അല്ലെങ്കിൽ നമ്മൾ അറിയില്ല നമ്മളെ കയ്യിൽ എന്തോരം ബാക്ടീരിയാസ് ജേംസ് ഒക്കെ ഉണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ ഹാൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്യാതെ ഈ ബോട്ടിലൊക്കെ എടുത്തു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബോട്ടിലിൻ്റെ ടിപ്പിലൊക്കെ ഈ ജേംസ് പോകാനും അതിലൂടെ നമ്മൾ ഐസിലോട്ട് നമ്മളുടെ ഒരു ഇൻഫെക്ഷൻ ആവാനോ അല്ലെങ്കിൽ അലർജറ്റിക് ആവാനോ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹാൻഡ്സ് വാഷ് ചെയ്യുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതാണോ ഐ ഡ്രോപ്സ് യൂസ് ചെയ്യുന്നത് ആ ബോട്ടിൽ നന്നായിട്ട് ഇതുപോലെ ഷെയ്ക്ക് ചെയ്യണം. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ്, കണ്ണിന് കൃഷ്ണമണിയിലോ അല്ലാന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ വൈറ്റിലോ ആയിട്ടാണ് നമ്മൾ പൊതുവെ ഈ ഐ ഡ്രോപ്സ് ഒഴിച്ച് വരാറുള്ളത്. അതിപ്പോൾ ആരെങ്കിലും ഒഴിച്ച് തന്നാലും നമ്മളായിട്ട് ഒഴിച്ചാലും ഒക്കെ അവിടെയാണ് ഐ ഡ്രോപ്സ് ഒഴിക്കുന്നത്. ആക്ച്വലി അവിടെയല്ല നമ്മൾ ഐ ഡ്രോപ്സ് ഒഴിക്കേണ്ടത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, ഡോക്ടർ ഇപ്പോൾ ഒരു ഡ്രോപ്പാണ് കണ്ണിൽ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് ഒഴിച്ചാൽ മതി കേട്ടോ. ചിലർ വിചാരിക്കും കണ്ണ് നന്നായിട്ട് നനഞ്ഞില്ല, അല്ല കണ്ണിൽ ഡ്രോപ്പ് കുറച്ച് വീണോളൂ എന്നൊക്കെ പറഞ്ഞ് 2-3 ഡ്രോപ്സ് ഒക്കെ ഒഴിക്കുന്നവരുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഐ ഡ്രോപ്സ് ഒരു ഡ്രോപ്പ് ഒഴിക്കാൻ പറഞ്ഞാൽ ഒന്നേ ഒഴിക്കാൻ പാടുള്ളൂ. ഒരുപാട് ഒഴിക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഐ ഡ്രോപ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബോട്ടിലുണ്ടല്ലോ, ഈ ബോട്ടിലെ നീഡിൽ പോർഷനിൽ നമ്മൾ ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കണ്ണിനകത്തോ ഈ ടിപ്പ് പോർഷൻ കൊള്ളാൻ പാടില്ല. കാരണം നമ്മൾ കണ്ണിനകത്ത് ഓൾറെഡി അലർജി ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ ഈ ടിപ്പിലും കൂടി പറ്റി ഇനി അടുത്ത കണ്ണിൽ ഒഴിക്കുമ്പോൾ ആ കണ്ണിലും കൂടി സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിവതും അങ്ങനെ ചെയ്യാണ്ടിരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഐ ഡ്രോപ്സ് ഒഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോവർ ഐലിഡ് നന്നായിട്ട് താത്തി പിടിക്കുക. ഈ ബോട്ടിൽ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പൊക്കി പിടിക്കുക. അതായത് കണ്ണിൻ്റെ എവിടെയും തട്ടാതെ പൊക്കി പിടിച്ചതിന് ശേഷം ഒരൊറ്റ ഡ്രോപ്പ് ഈ ലോവർ ഐലിഡിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഒരു ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ടിയർ ഗ്ലാൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഈ എഡ്ജിൽ ഒന്ന് കണ്ണ് നന്നായിട്ട് അടച്ചു പിടിക്കുക. ഞാൻ ഇങ്ങനെ നേരെ നോക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവാനാണ്. ആക്ച്വലി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഒരു 30 സെക്കൻഡ്സ് നമ്മൾ ഇരിക്കുക. ഈ വിരൽ വെച്ചിട്ട് നമ്മൾ ഈ സൈഡിൽ എഡ്ജിൽ നമ്മളിങ്ങനെ ഒരുപാട് അമർത്തിയല്ല കേട്ടോ, ഒന്ന് ലൈറ്റായിട്ട് അമർത്തി പിടിച്ച് കൊടുത്ത് ഇങ്ങനെ തന്നെ ഒരു 30 to 40 സെക്കൻഡ്സ് ഇരിക്കുക. അപ്പോൾ തന്നെ നമ്മളത് കണ്ണിൽ സ്പ്രെഡ് ആവും. പിന്നെ കുറച്ച് വെളിയിലോട്ട് ഊസൗട്ടായിട്ട് പോകാണ്ടിരിക്കും. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഈ കണ്ണിലും ഒഴിക്കുക. അപ്പം ഇതാണ് പ്രോപ്പർ രീതി. കുറച്ച് നേരം അടച്ച് ഇങ്ങനെ മേലോട്ട് ഒരു 30 സെക്കൻഡ്സ് എങ്കിലും നോക്കിയിരിക്കുക. അല്ലാണ്ട് എണീക്കാൻ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഐ ഡ്രോപ്സ് ഒഴിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളെ കണ്ണിന് സത്യം പറഞ്ഞാൽ കിട്ടാറില്ല. അപ്പം നമ്മൾ എത്ര പേര് ഇങ്ങനെ കറക്റ്റായിട്ട് ഐ ഡ്രോപ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അവരൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇട്ടാൽ വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ ഈ രീതിയിലല്ല നിങ്ങൾ ഐ ഡ്രോപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി തൊട്ട് ഈ രീതിയിൽ യൂസ് ചെയ്യുക. ഇതാണ് കറക്റ്റ് മെത്തേഡ് ഓഫ് യൂസിങ് ഐ ഡ്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സും കാര്യങ്ങളും ഒക്കെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമൻറ്റിന് ഞാൻ സമയം കിട്ടുന്ന അനുസരിച്ച് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ഫോർ നൗ.